ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, അതിക്രൂരമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമല്ലേ? 2 വീടുകളുടെ നിർമ്മാണം, അതും അതിസാധാരണക്കാരായ മനുഷ്യർ. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, അത്രയും സാധാരണക്കാരായ 2 കുടുംബങ്ങൾ. അവരുടെ വീട് നിർമ്മാണമാണ് ഇത്തരത്തിൽ സാങ്കേതികത്വത്തിൽ കുടുങ്ങി മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുന്നത്. വനംവകുപ്പിന്റെ വിശദീകരണം എന്താണിത്? വനംവകുപ്പ് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സർവേയും മറ്റുമായി പോയി ജനവാസ മേഖലയിൽ ജനങ്ങൾ പാർക്കുന്ന വീടുകൾ ഉൾപ്പെടെ അത് വനഭൂമിയാണെന്ന് കണ്ടെത്തുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഈ ചാലിയാർ പഞ്ചായത്തിൽ നമ്മൾ കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 മഹാപാവങ്ങളായ 2 കുടുംബങ്ങൾ. അവർക്ക് മക്കളില്ല. ഈ നാരായണനും നാരായണൻ്റെ ഭാര്യ വനജയും. നാരായണൻ ഈ 70 വയസ്സായിട്ടും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്കും മറ്റും പോയാണ് അദ്ദേഹം പണം കണ്ടെത്തുന്നത്. ഭാര്യ മറ്റ് വീട്ടുജോലിക്ക് പോകുന്നു. അവരുടെ സഹോദരി, ഈ നാരായണൻ്റെ സഹോദരി നാരായണിയും തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസം ഉണ്ടായിരുന്നത്. അവരും ഇതേപോലെ മറ്റ് ജോലിക്ക് പോവുകയാണ്. ഇവർക്ക് 2 പേർക്കുമാണ് ഈ തറ നിർമ്മിച്ചത്. ഈ തറ നിർമ്മിക്കുന്നത് പഞ്ചായത്ത്, ചാലിയാർ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ 2 വീടുകൾക്ക് അനുമതി നൽകുകയാണ്. ഒരു പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് ഒരു അനുമതി ലഭിക്കണമെങ്കിൽ നിരവധി കടമ്പകളുണ്ട്. അവയെല്ലാം കടന്ന അതിൻ്റെ രേഖകൾ പ്രധാനമാണ്. ആ രേഖകളെല്ലാം ശരിയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ലൈഫിന് ഭവന പദ്ധതി അനുമതി നൽകുകയുള്ളൂ. അങ്ങനെ അനുമതി നൽകി ആദ്യ ഗഡുവായി 20,000 രൂപ വീതം 2 പേർക്കും 2 കുടുംബങ്ങൾക്കും നൽകി. ഈ 2 കുടുംബങ്ങൾക്കും നൽകിയതിന് ശേഷം അവിടെ തറയുടെ പണി പകുതിയിലധികം കഴിഞ്ഞപ്പോഴാണ് വനം വകുപ്പ് ഇവർക്കൊന്നുമല്ല ഈ നോട്ടീസ് നൽകുന്നത്, പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നോട്ടീസ് നൽകുന്നത്. തുടർന്ന് ഈ ഭവന പദ്ധതിക്ക് പണം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ്. അതിൽ ഉന്നയിക്കുന്ന വിചിത്രവാദങ്ങളുണ്ട് വനം വകുപ്പിൻ്റേത്. കാരണം ഒരു 49 വർഷം മുമ്പ് ലഭിച്ച പട്ടയം വ്യാജരേഖയാണ് എന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെ വ്യാജരേഖകൾ തയ്യാറാക്കി ആ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂനികുതി അടച്ചു വരുന്നു. അത് ആ ഭൂനികുതി അടയ്ക്കുന്നത് വ്യാജരേഖയാണ്. അതായത് സർക്കാർ 1979 നൽകിയ ഈ പട്ടയം വ്യാജരേഖയാണെന്ന് വനംവകുപ്പ് കണ്ടെത്തുകയാണ്. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കണ്ടെത്തലുകളൊന്നും അറിയില്ല. അങ്ങനെ അത്തരത്തിലുള്ള വിചിത്രപരമായ നിരവധി കണ്ടെത്തലുകൾ കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദ്രോഹിക്കാൻ പറ്റും, അത്തരത്തിലുള്ളതെല്ലാം ചെയ്യുകയാണ് വനംവകുപ്പ് ഈ ചാലിയാർ പഞ്ചായത്തിലെ ഈ 5ാം വാർഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളെയും ഇത് ബാധിക്കുമെന്നൊക്കെ ആണ് ഇപ്പോൾ ഈ അടുത്തുള്ളവർ ഒക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു നോട്ടീസ് നൽകുകയോ മറ്റുള്ള അറിയിപ്പുകൾ അനുമതി നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇവരെ കുരുക്കിലാക്കുന്ന ഒരു നിലപാടാണ്. കാരണം ഇവർ ഇനി അടുത്ത ദിവസങ്ങളിൽ ഒരു ബാങ്കിലേക്ക് ഒരു വായ്പ എടുക്കാൻ പോകുമ്പോഴോ ഇല്ലെങ്കിൽ ഈ സ്ഥലം വിൽപ്പനയ്ക്കായി പോകുമ്പോഴോ അതിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. ഇവയെല്ലാമാണ് വനംവകുപ്പും കാത്തിരിക്കുന്നത്. കാരണം ഇവർ ഈ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ഓരോ വഴികൾ കണ്ടെത്തുകയാണ്. ഈ പ്രദേശം ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. കാലങ്ങളായി ഈ ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവരെല്ലാം. ഇത്തരത്തിൽ നികുതി അടയ്ക്കുന്നുണ്ട്. 1979 മുതൽ ഈ നാരായണനും കുടുംബവും ആ സ്ഥലത്ത് ഇപ്പോൾ ഈ വിവാദമായ വനഭൂമിയാണെന്ന് വനംവകുപ്പ് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ നികുതി കുറുമ്പലങ്ങോട് വില്ലേജിൽ കഴിഞ്ഞ 1979 മുതൽ ഓരോ വർഷവും അടച്ചു വരികയാണ്. അപ്പോൾ ഓരോ വർഷം അടയ്ക്കുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും കാണുന്നില്ല. കാരണം സാധാരണ താമസിക്കുന്ന ഭൂമിക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ സർക്കാരിൻ്റെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വില്ലേജ് ഓഫീസിൽ നികുതി അടയ്ക്കാൻ പോകുമ്പോഴാണ് അവിടെ അത് മാർക്ക് ചെയ്യുന്നത് പതിവാണ്. അത്തരത്തിലുള്ള ഒന്നും കഴിഞ്ഞ വർഷം വരെയും അത്തരത്തിലുള്ള ഒന്നുമില്ല. പിന്നെ വനംവകുപ്പ് പറയുന്നത് അവർ വനഭൂമിക്ക് സർവേ നടത്തിയപ്പോൾ ഈ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, ഇത് കയ്യേറ്റമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ വനഭൂമി കയ്യേറ്റം കണ്ടെത്തിയ കാര്യം റവന്യൂ വകുപ്പിനെയോ വില്ലേജ് ഓഫീസിനെയോ അറിയിക്കാൻ വനവകുപ്പ് തയ്യാറായിട്ടില്ല. സാധാരണക്കാരായ ജനങ്ങളെ എല്ലാ രേഖകളും സർക്കാർ നൽകിയ എല്ലാ രേഖകളും ഉണ്ടായിട്ടും അവരെ ഉപദ്രവിക്കുക എന്നുള്ള, ഇല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളൊരു നിലപാടാണ് ഈ സ്വീകരിച്ചിരിക്കുന്നത്. 2 പേരുടെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം തന്നെയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള അവർക്കും അറിയില്ല. പല വിധത്തിലുള്ള പരാതി നൽകി, വനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ
അവർക്കൊക്കെ പരാതി നൽകിയെങ്കിലും ഈ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ പിന്നീട് റിപ്പോർട്ട് ആവശ്യപ്പെടുക വനം വകുപ്പിനോടായിരിക്കും, റവന്യൂ വകുപ്പിനോടായിരിക്കും. റവന്യൂ വകുപ്പ് വീണ്ടും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിന് സാധാരണ നൽകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1979 നൽകിയ ഈ പട്ടയത്തിന് യാതൊരു വിലയുമില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുക തന്നെയാണ്. തീർച്ചയായും 1979 നൽകിയ സർക്കാർ തന്നെ കൊടുത്ത പട്ടയം അവർ നികുതി അടച്ചു വരുന്നു. അങ്ങനെ 2 ദരിദ്ര കുടുംബങ്ങളാണ്. അവർക്ക് ഇപ്പോൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 വീടുകൾ കിട്ടി. അതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ അതിന് ഇത്തരത്തിൽ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് മുടക്കുകയാണ് വനം വകുപ്പ്. തീർച്ചയായും ഒരു കണ്ണില്ലാത്ത ക്രൂരത തന്നെയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ഈ റിപ്പോർട്ട് അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെ കരുതാം. ഉറപ്പായും ഇതിൽ തുടർ നടപടികൾ ഉണ്ടായേ തീരൂ. അധികൃതർ കണ്ണു തുറന്ന് കണ്ടേ തീരൂ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. ഇപ്പോൾ ആ ജീവിതങ്ങളെയാണ് ഇത്തരത്തിൽ തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് വീർപ്പുമുട്ടിക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിൽ തടസ്സമുണ്ടെങ്കിൽ തന്നെ അത് നീക്കിക്കൊടുക്കേണ്ടത് ആ അധികൃതരാണ്. കാരണം ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കോടതിയിൽ പോകാനോ നിയമയുദ്ധം നടത്താനോ ഉള്ള ഒരു പാങ്ങുള്ള കുടുംബങ്ങളല്ല അത് എന്നുള്ളത് അധികൃതർ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്ന്.